ശബരിമലയിൽ ഇന്ന് SITയുടെ പരിശോധന നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകളുടെ വിസ്തീർണം, അനുബന്ധ കാര്യങ്ങളൊക്കെ SIT പരിശോധിക്കും. ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും SITയോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെന്ന്. സുജു, ഗുഡ് മോർണിംഗ്. സന്നിധാനത്തേക്ക് ഇന്ന് വീണ്ടും SIT എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രീയ പരിശോധന, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വാതിലുകളുടെയും മറ്റും ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ SIT നടത്തും. വിദഗ്ധരായ ഫോറൻസിക് സംഘവും SITയോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണം മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാനല്ലേ? SIT ഇതിനോടകം തന്നെ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് SIT ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുക. രാവിലെ 8 മണിക്ക് ശബരിമല നട ഇതിനോടകം തന്നെ അടച്ചിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് ശേഷം, അതായത് ദേവസ്വം ബോർഡ് ജീവനക്കാർ, ഡ്യൂട്ടിയിലുണ്ടായിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സന്നിധാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ഇതിനോട് തന്നെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുമുണ്ട്. അടിസ്ഥാനത്തിൽ ഈ ആളുകളെല്ലാം ഒഴിപ്പിച്ച ശേഷമായിരിക്കും SIT സന്നിധാനത്ത് പരിശോധന നടത്തുക. പ്രധാനമായി SIT ഇന്ന് നടത്തുന്ന പരിശോധന ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ വാതിലും അതുപോലെ പ്രഭാമണ്ഡലവുമാണ് ഇന്ന് SIT പരിശോധന നടത്തുക. ഇതിന് കാരണം 2019 ഈ കട്ടിളപ്പാളി മാറ്റി സ്ഥാപിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന വാതിലും ആ സ്വർണം പൊതിഞ്ഞ വാതിലും സ്ട്രോങ് റൂമിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ചില സുപ്രധാന നിരീക്ഷണങ്ങളും പുറത്തു വരികയുണ്ടായിരുന്നു. അതായത് സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചപ്പോൾ അത് മാറ്റി എന്നുള്ള VSSന്റെ അവർ നടത്തിയ പരിശോധനയിൽ നടത്തിയ കണ്ടെത്തലുണ്ട്. അതായത് സ്വർണ്ണപ്പാളിയിൽ മെർക്കുറിയുടെ അളവ് ഇല്ലാതാകുകയും എന്നാൽ മറ്റു ചില രാസപദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് തിരിച്ചെത്തിച്ച സ്വർണ്ണപ്പാളികൾ ഒന്നുകിൽ മാറ്റി അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ 2019 മാറ്റി സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന 2019 വരെ ഉണ്ടായിരുന്ന സ്വർണ്ണ പൊതിഞ്ഞ വാതിലുകളും അതുപോലെ പ്രഭാമണ്ഡലങ്ങളും ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കുക എന്നത് ഏറെ നിർണായകമാണ്. കാരണം ഈ നിലവിലുള്ള ഈ 2019 ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്വർണം പൊതിഞ്ഞ വാതിലുകളും അതേപോലെ തന്നെ പ്രഭാമണ്ഡലങ്ങളും സ്വർണം അതേപടി ഉണ്ടെങ്കിൽ അതിൽ കൃത്രിമം നടത്തിയിട്ടില്ല. ഇനി അതിലും ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും SIT പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ വിദഗ്ധരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. സ്വർണവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ പറ്റുന്ന കേപ്പബിലിറ്റിയുള്ള വിദഗ്ധ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ പരിശോധന നടത്തും. അതേസമയം കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം SIT നടത്തുന്നുണ്ട്. ആ കാര്യവും ഇന്നലെ ഹൈക്കോടതി കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതും അന്വേഷിക്കണമെന്ന്. എന്തായാലും 2 പതിറ്റാണ്ടിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഉള്ള ക്രയവിക്രയങ്ങളായിരിക്കും പക്ഷേ SITയുടെ കാര്യത്തിൽ SIT പൂർണ്ണമായി പരിശോധിക്കുകയുണ്ടാവുക. ഇന്ന് പ്രധാനമായി SITക്ക് അനുമതി ലഭിച്ചിരിക്കുന്നതും പരിശോധിക്കുകയും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ വാതിലുകളും അതുപോലെ തന്നെ പ്രഭാമണ്ഡലങ്ങളുമായിരിക്കും.